അസ്വസ്ഥതകൾ റാംമോഹൻ്റെ താളം തെറ്റിച്ചു. അദ്ദേഹത്തിന് പെട്ടെന്നുള്ള അവസ്ഥാഭേദം വന്നത് ഗസ്റ്റിൻ്റെ സമീപനമാണെന്നും കുറച്ചു ദിവസത്തേക്ക് മനസ്സ് വേദനിപ്പിക്കുന്ന ഗസ്റ്റുകളും ഒരു സാഹചര്യങ്ങളും ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിച്ചാൽ മതിയെന്നും ഡോക്ടർ നിർദ്ദേശിച്ചു. ആഴ്ചകൾക്ക് ശേഷം ആശുപത്രിവാസം കഴിഞ്ഞ് അവർ വീട്ടിലെത്തി. സുമ മുറ്റത്ത് റാംമോഹനുമായി നടന്നു. വൈകുന്നേരം തുകിന ജോലി കഴിഞ്ഞെത്തി. റാംമോഹനോട് സുമ പറഞ്ഞു, "ഇനി പറഞ്ഞാലേ അറിയാനൊക്കൂ," റാംമോഹൻ തകർന്ന സ്വരത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നു. "അതിനെന്താ, ഞാനില്ലേ, പറയാം മോളെ." "അവരൊക്കെ വന്നില്ലേ?" റാംമോഹൻ ചോദിച്ചു. "ആരാണച്ചാ, വിനീഷയും വിനുവാണോ?" "അതെ," റാംമോഹൻ പറഞ്ഞു. അച്ഛൻ്റെ വാക്ക് കേട്ട് തുകിനയ്ക്ക് അതിശയമായി. "അച്ഛാ, അത് അവർ അവരുടെ വീട്ടിൽ പോയി," അവൾ പറഞ്ഞു. "അതെയോ?" അദ്ദേഹം മൂകനായി കസേരയിൽ തൊട്ടു അതിലിരിക്കാൻ ശ്രമിച്ചു. സുമ ഇരുത്താൻ സഹായിച്ചു. തുകിനയും വിനുവും വന്നില്ലേ എന്ന് അച്ഛൻ ചോദിച്ച കാര്യം തുകിന വിനീഷയെ വിളിച്ചറിയിച്ചു. "തുകിനെ, ഞങ്ങൾ വീട്ടിലെത്തിയിട്ടേ ഉള്ളൂ. ചായയും ഒരു കടിയും ഉണ്ട് ഇവിടെ. അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണിവിടെ." ഫോൺ വീഡിയോ കോളാക്കി അവൾ കാണിച്ചു. "വിനു ആരെന്ന് ആംഗ്യം കാണിച്ചു," അവൾ പറഞ്ഞു. "തുകിനയുടെ അച്ഛൻ നമ്മളെ അന്വേഷിച്ചു കാണും. ഇപ്പോൾ വിഷമത്തിലാണെന്ന് അവൾ പറയുന്നു." "നമ്മളെ അന്വേഷിച്ചെന്ന്? നിനക്ക് ഇപ്പോൾ അങ്ങോട്ട് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ കൊണ്ടാക്കാം," വിനീഷയോട് വിനു പറഞ്ഞു. ഫോൺ കട്ട് ചെയ്യാതെ തുകിന അവരുടെ സംഭാഷണം കേട്ട് സന്തോഷിച്ചു കൊണ്ടിരുന്നു. "മോളെ തുകിനെ, ഞങ്ങളിവിടെ വന്നുകൊണ്ടിരിക്കുകയാണെന്ന് അച്ഛനോട് പറ." തുകിനയുടെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. അവർ യാത്ര ചോദിച്ചപ്പോൾ മീനാക്ഷി ചോദിച്ചു, "വന്ന ഉടനെ എങ്ങോട്ടാ?" "അമ്മേ, അങ്കിളിന് വിഷമമുണ്ടെന്ന്. ഞങ്ങളെ കാണാതെ വളരെ വിഷമപ്പെടുന്നുണ്ടെന്ന് തുകിന ഫോൺ വിളിച്ച് എന്നോട് പറഞ്ഞു. ചേട്ടൻ കൊണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. 9:30 ഇവിടെ എത്തിക്കോളാം. ജസ്റ്റ് ഒരു വിസിറ്റ്, അത്രയേ ഉള്ളൂ." അവർ രണ്ടാളും തുകിനയുടെ വീട്ടിലേക്ക് യാത്ര തിരിച്ചു. പൂജാമുറിയിൽ സുമ ധാരാളം നിലവിളക്കുകൾ കൊളുത്തി. മുല്ലപ്പൂവുകൾ ദൈവത്തിന് കാഴ്ചവെച്ചു. പൊരി, പഴം, അരളിപ്പൂവ്, തട്ടം നിറച്ച പഴങ്ങളും ചന്ദനത്തിരികളും കത്തിച്ചു. ദീപപ്രഭയിൽ ദേവതകൾ, പരദൈവങ്ങൾ എല്ലാം മനസ്സിൽ നിറഞ്ഞു. ഉള്ളൊരുകി അവർ പ്രാർത്ഥിച്ചു. കണ്ണു തെളിയിച്ച യേശുവിനോടും കണ്ണപ്പന് കണ്ണു കൊടുത്ത ഭഗവാനോടും അള്ളാഹുവിനോടും ജീവൻ്റെ ആത്മാവ് പ്രാർത്ഥിച്ചു കണ്ണീരണിഞ്ഞു. ഡോർബെല്ലിൻ്റെ ഒച്ചയിട്ട് ചാരിയിട്ട വാതിൽ മലർക്കെ തുറന്നുകൊണ്ട് ലിവിംഗ് റൂമിൽ കയറി വന്നു ഭാസ്കരൻ നായരും നിഖിലയും അമ്മുമ്മയും. തുകിന അന്തിച്ച് എഴുന്നേറ്റ് നിന്നു. അവളുടെ നിൽപ്പ് കണ്ട് നിഖില ചിരിയോടെ ഓടിവന്ന് കെട്ടിപ്പിടിച്ചു. അവളുടെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് അവർ ചോദിച്ചു, "അച്ഛനെവിടെ മോളെ?" "അതാ അവിടെ." തുകിന അച്ഛൻ്റെ മുറി കാട്ടിക്കൊടുത്തു. അവർ അച്ഛൻ്റെ മുറിക്കകത്ത് കടന്നു. അച്ഛനോട് കുശലം ചോദിച്ചു. നിഖില സ്നേഹമോടെ പറഞ്ഞു, "ഞാൻ ഗോവിന്ദിൻ്റെ അമ്മയാണ്. ഞങ്ങളോട് ഏട്ടൻ ക്ഷമിക്കണം കേട്ടോ. ഞങ്ങളോട് പിണങ്ങരുത്. ഗോവിന്ദാണ് ഞങ്ങളെ ഇങ്ങോട്ട് അയച്ചത്. അവനൊരു സ്വസ്ഥതയും ഇല്ലാതെ സങ്കടപ്പെടുകയാണ്. ഈ കല്യാണം മുടങ്ങുമോ എന്ന് അവന് ഭയമുണ്ട്." അന്നിവിടെ വന്നതിന് ശേഷം പിറ്റേന്ന് തന്നെ അവന് കമ്പനിയിൽ പോകേണ്ട ആവശ്യങ്ങൾ ഉണ്ടായി. അവൻ പോവുകയും ചെയ്തു. വീഡിയോ കോളും ഫോൺ കോളുമാണ്. "അമ്മ അച്ഛനെ കാണണം, അമ്മ അച്ഛനെ കാണണമെന്ന്." നിഖില വായ് തോരാതെ ഓരോ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു. റാംമോഹന് ആശ്വാസം തോന്നാൻ നിഖില പരമാവധി ശ്രമിച്ചു. "ചേട്ടനെ വേദനിപ്പിച്ച ഭദ്രൻ എൻ്റെ ജീവിതത്തിലും പല തരത്തിലും സങ്കടപ്പെടുത്തിയിട്ടുണ്ട്. എനിക്ക് വയ്യാതെ ആയിട്ടുണ്ട്. എങ്കിൽ ഡൈവേഴ്സ് ചെയ്യരുതോ?" അമ്മ പറഞ്ഞത് കേട്ട് അച്ഛൻ അമ്മയെ നോക്കി.